ഈ ടീച്ചർ പറയുന്നത് കേൾക്കുമ്പോൾ എന്നൊന്നും ഇല്ലാത്തൊരു സന്തോഷം. കാരണമുണ്ട്, അതിൻ്റെ നാടിനെ കുറിച്ചാണ്. ഒന്ന് കണ്ടു നോക്കൂ. 11-ലാണ് ഞാൻ മലപ്പുറം ജില്ലയിൽ GM UPS തൂവക്കാടെന്നായിരുന്നു സ്കൂളിന്റെ പേര്. മുസ്ലിം സ്കൂളായിരുന്നു. അപ്പോൾ അവിടെ ചേരുന്നത് 10 മുതൽ 4 വരെയായിരുന്നു. നമ്മുടെ ഇവിടുത്തെ ഒരു രീതിയല്ല, അവിടെ മദ്രസ പഠനം ഉള്ളതുകൊണ്ട് 10 മുതലാണ് സ്കൂളുള്ളത്. 4 ചെല്ലുമ്പോഴാണ് അവിടെ ജോയിൻ ചെയ്യാൻ കഴിഞ്ഞത്. അപ്പോൾ അവിടെ എത്തുമ്പോൾ എല്ലാവരും സ്കൂളിൽ നിന്ന് ടീച്ചേഴ്സൊക്കെ പോകാനായിട്ട് നിൽക്കുന്ന സമയത്താണ്. പക്ഷേ അച്ഛനൊക്കെ ഒരു പേടിയുണ്ട്, അച്ഛൻ തിരിച്ചു പോകണം, ഹസ്ബൻഡിന്റെ അച്ഛനാണ് കൂടെ വന്ന് തിരിച്ചു പോകണം, എന്നെ അവിടെ നിൽക്കുകയും വേണം. അപ്പോൾ അവിടെ എത്തിയപ്പോൾ തന്നെ അവിടെയുള്ള മാഷമാർ പറഞ്ഞത്, നിങ്ങൾ ഒന്നുകൊണ്ട് ബേജാറാവണ്ട, നിങ്ങൾക്ക് റൂം കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ ബേജാറാവണ്ട, എൻ്റെ പുറകെ കൊണ്ടുപോകാം. ഇങ്ങനെ ഓരോരുത്തരും പറയുന്നത് അത് നമുക്ക് ആദ്യം ഒരു അതിശയം പോലെ തോന്നി. പിന്നീടാണ് അത് കാലങ്ങൾ കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി അത് അവരുടെ ഉള്ളിൽ നിന്ന് അവരുടെ ഒരു രീതിയാണെന്നുള്ളത് പിന്നീടാണ് മനസ്സിലായത്. പിന്നെ അവിടെ പ്രധാനമായിട്ട് ഞാൻ കണ്ടത്, ഞാൻ അവിടെ മുസ്ലിങ്ങളെ കണ്ടിട്ടില്ല, ഹിന്ദുക്കളെയും കണ്ടിട്ടില്ല. അവിടെ ഞാൻ കണ്ടത് മനുഷ്യരെ മാത്രമേ കണ്ടിട്ടുള്ളൂ. നമ്മുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ജമ്മു കാശ്മീർ കണ്ടിട്ട് പറഞ്ഞിരുന്നു, ഭൂമിയിൽ ഒരു സ്വർഗ്ഗം ഉണ്ടെങ്കിൽ അത് ഇതാണ്. അതാണ് നാടിന്റെ സൗന്ദര്യം കണ്ടിട്ടാണ്, ഭൂപ്രകൃതി കണ്ടിട്ടാണ്. പക്ഷേ ഞാൻ പറയും, ഭൂമിയിൽ ഒരു സ്വർഗ്ഗം ഉണ്ടെങ്കിൽ ഇപ്പോൾ എൻ്റെ അറിവിൽ ഞാൻ മലപ്പുറമേ പറയുള്ളൂ. അത് അവിടുത്തെ ഭൂമിയുടെ പ്രത്യേകതയോ മറ്റൊന്നുമല്ല, അവിടുത്തെ മനുഷ്യരുടെ മനസ്സ് കണ്ടിട്ടാണ്. നമ്മുടെ നാടിനെ കുറിച്ചിട്ട് ഒരാളിങ്ങനെ പറയുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ, അത് വേറൊരു വൈവാ. ഇങ്ങനെ ഉണ്ട് എന്നുള്ളത് പറ.